guys, welcome to Cliche Vlogs. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് വണ്ടി വാങ്ങിക്കൽ അപാരത എന്ന് പേരിട്ടാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ ഇതിനെ കുറിച്ചെന്ന്. ഗൈസ് നമ്മൾ ഇന്നൊരു വണ്ടി വാങ്ങിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എനിക്ക് വണ്ടി വാങ്ങിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എന്നല്ല കേട്ടോ, കാരണം ഒരു ലൈസൻസ് പോലും ഇല്ലാത്ത ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എന്ത് കാണിക്കാനാണ്. ഇതെൻ്റെ 2 ഫ്രണ്ട്സിന് വണ്ടി എടുക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ ഫുൾ കാണും കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഷോറൂമിലാണ്. ഇതിനടുത്ത് തന്നെയാണ് നമുക്ക് ആണെങ്കിലും റെനോൾട്ടിൻ്റെ അതുപോലെ ഹ്യുണ്ടായിയുടെ ഒക്കെ ഷോറൂംസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടൊയോട്ടയിൽ നിന്നാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുന്നിൽ പോകുന്ന ഇവരെ കണ്ടില്ല, ഇവർക്ക് വണ്ടി എടുക്കാനാണ് നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത്. അപ്പോൾ അവർ നമ്മളോട് 10 മണിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 10 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. റോസ്മേ എക്സൈറ്റഡ് ആണോ? പിന്നല്ല, നന്നായിട്ട് എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് വണ്ടിയാണ്. ഓ നമ്മൾ ഓൺ ടൈമിലായിരുന്നു എത്തിയത്. പക്ഷേ അവർ വന്ന് സോറി പറഞ്ഞിട്ട് പറഞ്ഞു ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യൂ, വണ്ടി ഫൈനൽ വാഷിംഗ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ചായയൊക്കെ എടുത്ത് നമ്മൾ നല്ല പുറത്ത് വന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. മിസ്റ്റർ അഖിൽ, പറയൂ, എന്താണ് നിങ്ങളുടെ മനസ്സിൽ പറയാനില്ല? മനസ്സ് മൊത്തം വണ്ടിയാണ്. അഖിലേ, ഏതാ വണ്ടി എടുക്കുന്നേ? എന്നാലും വണ്ടിയുടെ മോഡല് ഇത് റോസ്മിക്കുള്ള ഗിഫ്റ്റ് ആണോ? അവക്കുള്ള ബാധ്യത, എനിക്കൊരു ബാധ്യത, അവക്കടുത്ത ബാധ്യത കൊടുക്കുക. ആണോ? 1 വർഷമായി എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട്, പക്ഷെ ഇപ്പോഴാണ് വണ്ടി കിട്ടുന്നത്. സെയിം കളറുള്ള കളിപ്പാട്ട് എനിക്ക് ആദ്യം മേടിച്ചോണ്ട് 1 വർഷമായപ്പോ ഒറിജിനൽ വണ്ടി. അങ്ങനെ പുറത്തുനിന്ന് മടുത്തത് കൊണ്ട് നമ്മൾ ഓർത്ത് ഇനി കുറച്ച് നേരം അകത്ത് കയറിയിരിക്കുകയാണ്. എന്നിട്ട് വണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇവരാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും വണ്ടി ഇപ്പോൾ വരും സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ അങ്ങനെ 10 മണിക്ക് വന്ന് നമ്മൾ 11 മണിയായപ്പോഴാണ് വണ്ടി ദേ വരുന്നത്. വണ്ടി വന്നതും റോസ്മിനും അഖിലും കൂടി ചാടി ഇറങ്ങി വണ്ടി കാണാനുള്ള സന്തോഷത്തിൽ. വണ്ടി നല്ലൊരു കളറാണ് കേട്ടോ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ടൊയോട്ടയുടെ റാവ് ഹൈബ്രിഡ് മോഡലാണ് കേട്ടോ. പക്ഷേ വണ്ടി വന്നപ്പം വണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സന്തോഷമൊക്കെ അങ്ങ് മാറി. കാരണം ഇതൊട്ടും ക്ലീൻ അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ഡാർക്കായി. കാരണം നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തു. അതുപോലെ അവർ അത്രയും ആഗ്രഹിച്ചൊരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ അത് ഭയങ്കര അലമ്പായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതും അത്രയും നേരം വെയിറ്റ് ചെയ്തു, അത് ക്ലീൻ ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. നമ്മൾ 10 മണിക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ ഓൾറെഡി വന്നത്. സമയം 10:15 10:30 ഇവർ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇവർ വന്നിട്ട് പറയും ഇപ്പം റെഡിയായി, ഇപ്പം വരും, ഇപ്പോൾ വരും. നിങ്ങൾ നോക്കിയൊക്കെ 10:30 കഴിഞ്ഞു. അങ്ങനെ വണ്ടി വന്നപ്പോഴാണെങ്കിലോ വണ്ടി ഒട്ടും ക്ലീൻ അല്ല. അതിൽ പല സാധനങ്ങളും മര്യാദയ്ക്കല്ല ചെയ്തേക്കുന്നത്. എല്ലാം ഇപ്പോൾ വരെ കാണിച്ചു തന്നപ്പോൾ അവർ വീണ്ടും അത് എടുത്തുകൊണ്ട് പോയിട്ട് ക്ലീൻ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടാമത് വണ്ടി കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും പഴയപടി വെയിറ്റിങ്ങിലായിട്ടുണ്ട്. വണ്ടി ക്ലീൻ കിട്ടാത്ത ദേഷ്യം നമുക്ക് കാപ്പി പിടിച്ചു തീർക്കല്ലേ. അങ്ങനെ നമ്മളൊരു കാപ്പി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി സെക്കൻഡ് ടൈം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ക്ലീനിങ് പ്രോപ്പർ അല്ലാത്തതിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയുന്ന എക്സ്പ്ലനേഷൻ കേട്ട് നമ്മൾ ഞെട്ടിട്ടു. അവരിങ്ങനെ അയ്യോ സോറി, ഈ ടൈമിൽ തന്നെ വേറൊരു വണ്ടിയും ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ അത് നമ്മുടെ പ്രോബ്ലം അല്ല. കാരണം ഇവർ പറഞ്ഞ ടൈമിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ആ ടൈമിൽ റെഡിയാക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ആ ക്ലീൻ ചെയ്യുന്ന പയ്യന് ഷോൾഡർ പെയിൻ ആണ്. ബട്ട് ആസ് എ കസ്റ്റമർ ഇതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഓൺ ടൈമിൽ തീർക്കുക എന്നുള്ളത്. ഇപ്പോൾ അവർ വണ്ടി നമുക്ക് രണ്ടാമത് ക്ലീൻ ചെയ്ത് തന്നു. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞു വന്ന് നോക്കുക എന്താ അവസ്ഥ എന്ന്. നമ്മൾ രണ്ടാമത് ചെന്ന് നോക്കുമ്പോഴും ഇത് ഇപ്പോഴും മര്യാദയ്ക്ക് ക്ലീൻ ആയിട്ടില്ല. ഇതെന്താ ഇവരിങ്ങനെ ചെയ്യുന്നതറിയില്ല. ഭയങ്കര മോശം സർവീസ് ആയിട്ടായിട്ട് തോന്നുന്നു. പക്ഷെ അവർ പറയുന്നുണ്ട് അവർ ചെയ്തു തരാൻ. പക്ഷേ
നമ്മൾ ഓൾറെഡി ഇത്രയും നേരം വെയിറ്റ് ചെയ്തു. ശരിക്കും ഇത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കൊരു സാധനം തരുന്നതിന് മുന്നേ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് തരിക എന്നുള്ളത്. അപ്പോൾ നമ്മളത് അവരോട് പറയുന്നുണ്ട്, അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീണ്ടും പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോരോ ഭാഗം ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവർക്ക് എന്തത് കാണാതെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഓൾറെഡി നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നമ്മളാണെങ്കിലും ആകെ മടുത്തു. അവസാനം നമ്മൾ ആ പുള്ളിക്കാരിയും കൂടി ഓരോ ഭാഗം കാണിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്യിക്കേണ്ട അവസ്ഥയായി. വേണമെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി നമുക്ക് സെൽഫായിട്ട് ക്ലീൻ ചെയ്യാം. പക്ഷേ അവർ ഇത്രയും നേരം നമ്മളെ വെയിറ്റ് ചെയ്യിച്ചത് ക്ലീനിങ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ തരുമ്പോൾ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് വൃത്തിക്ക് തരിക എന്നുള്ളത്. ഈ വീഡിയോ ഇറങ്ങുന്നതോടെ നമ്മൾ മിക്കവാറും പച്ച വീട്ടിൽ പ്രസ്റ്റേഷൻ പോലെ ഇവിടെയൊക്കെ പൊടിയാണ് ഗൈസ്. ഒരു പുതിയ വണ്ടി എടുക്കാൻ വന്നതാണ് ഞങ്ങള്. അതെ, അവര് ക്ലീൻ പോലും ചെയ്തു തന്നില്ല. 10 മണിക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അവര് വന്നു കഴിഞ്ഞപ്പോഴേ അവര് വാഷിന് കയറ്റിയത്. കാരണം ഇവൻ ഓൾറെഡി ഇപ്പൊ ക്ലീൻ ചെയ്ത് പോയത്. എന്നിട്ട് നോക്കിയേ, നമുക്ക് കാണുന്നുണ്ട്, എന്നിട്ട് ഇവർക്ക് കാണുന്നില്ല. Actually, that's an easy fix. Nobody does that. But obviously, it's paying like. You paid a lot of money, yeah. Yeah, no, I understand how you feel, yeah. Which is the expectation. Yeah, But obviously, first thing in the morning. yeah, That's good. exactly, yeah. അവർക്ക് തന്നെ മനസ്സിലായ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന്. അതുകൊണ്ട് അവർ അവസാനം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഓഫീസിൽ ഇരുന്ന് പുള്ളിക്കാർ വരെ വന്നിട്ടാണ് ക്ലീൻ ചെയ്ത് തുടങ്ങി. കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ്. എനിക്ക് തോന്നുന്നു അവർ ഇത് നമ്മൾ ഇത്രയും ഇങ്ങനെ തുറന്ന് നോക്കുന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. പിന്നെ അഖിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു മെക്കാനിക് കൂടി ആയിട്ടുള്ള ആളായതുകൊണ്ട് അവന് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മളതെല്ലാം നോക്കി നമ്മൾ കണ്ടു. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നോർമലായിട്ട് ഒരാൾ വന്ന് ജസ്റ്റ് വണ്ടി എടുത്ത് അങ്ങനെ ഒരാൾ വന്നാൽ പോലും അത് അത്ര ക്ലീൻ അല്ല. അങ്ങനെ ഫൈനലി ലാസ്റ്റ് ടൈം ക്ലീനിങ് കഴിഞ്ഞ് വണ്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എഗ്രി ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ മൺഡേ നമുക്ക് അവർ വന്ന് വീട്ടിൽ വന്ന് വണ്ടി എടുത്ത് അവർ ക്ലീൻ ചെയ്ത് ഒന്നും കൂടി തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇത് അവരുടെ ഭാഗത്ത് നമ്മൾ ഫോട്ടോ ആയതുകൊണ്ട്. അതുപോലെ പ്ലസ് നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂവലും അവർ അടിച്ച് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ മെയിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഓക്കെ പറഞ്ഞാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അവരാണെങ്കിൽ ഭയങ്കര ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ വണ്ടി കിട്ടിയപ്പോൾ എന്തായാലും സന്തോഷമായി. എന്നാലും ഇത് നമ്മളൊരു വണ്ടി എടുക്കാൻ വരുമ്പോൾ ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. എന്നാലും നല്ല വണ്ടിയാണ് കേട്ടോ. ആക്ച്വലി ഇത് അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഫോൾട്ട് ആയതുകൊണ്ട് അവർ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് എഗെയിൻ മൺഡേ വണ്ടി വന്നെടുത്ത് ക്ലീൻ ചെയ്ത് എക്സ്ട്രാ ഫ്യൂൽ അടിച്ചു തരാമെന്ന്. പിന്നെ നമ്മൾ അതിന് ഓക്കെ പറഞ്ഞു. പിന്നെ ഈ ലൈഫിൽ ആദ്യമായിട്ട് വെക്കുന്ന വീട്, ആദ്യമായിട്ട് മേടിക്കുന്ന വണ്ടി എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ അതിൽ മാത്രം നോ കോംപ്രമൈസ്. പിന്നെ അങ്ങനെ എല്ലാം സോർട്ട് ചെയ്ത് അവരോട് ഓക്കെ പറഞ്ഞ് ഫൈനലി വണ്ടിയുടെ കീ ഒക്കെ സന്തോഷത്തോടെ മേടിച്ചു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ആ കീ മേടിക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളതാണ്. റോസ്മി ഓടിക്കാൻ പോവാ? പിന്നല്ലോ നോക്കാല്ലേ. ഓൾ ദി ബെസ്റ്റ്. സന്തോഷമായ ഹാപ്പി ഫൈനലി വണ്ടി കിട്ടിയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വണ്ടി വാങ്ങിക്കൽ അപാരത ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.